ADGPക്കെതിരായ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദത്താത്രേയ ഹൊസബളയെ മാത്രമല്ല RSS നേതാവ് റാം മാധവനെയും MR അജിത് കുമാർ കണ്ടുവെന്നാണ് റിപ്പോർട്ട്. കോവളത്തെ ഹോട്ടലിൽ വെച്ച് 2 തവണ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ലഭിച്ചിട്ടും എന്താണ് ഇതുവരെ DGPക്കെതിരെ നടപടിയെടുക്കാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും മൗനം തുടരുകയാണ്. വിശദമായി നമ്മൾ പരിശോധിക്കുന്നു. പൂരം കലക്കിയത് ആര്? അതിഥികളായ മുഖപ്പം കോൺഗ്രസിൽ നിന്നും നിജേഷ് അരവിന്ദ്, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകനായ KJ ജേക്കബ് എന്നിവർ നമുക്കൊപ്പം ചേരും. നമുക്കാദ്യം BJP പ്രതിനിധിയിലേക്ക് പോകാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ദത്താത്രേയ ഹൊസബളയുമായി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP നടത്തുന്ന കൂടിക്കാഴ്ച, പിന്നീട് RSSന്റെ തന്നെ നേതാവ് റാം മാധവുമായി കോവളത്ത് വെച്ച് നടത്തുന്ന കൂടിക്കാഴ്ച, ഇങ്ങനെ 2 കൂടിക്കാഴ്ചകളും നടന്നിട്ടില്ല എന്നായിരുന്നു RSSന്റെ നിലപാട്. RSSന്റെ തന്നെ മറ്റൊരു നേതാവ് ഉത്തര കേരള പ്രാന്ത കാര്യവാഹക് PN ഈശ്വരൻ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നാണ് നിരീക്ഷണം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് VS സുനിൽകുമാർ ആക്ഷേപിക്കുന്നത് പൂരം കലക്കിയതിന്റെ ഗൂഢാലോചനയിൽ ഒരു ഭാഗം വ്യക്തമായിരിക്കുന്നു, അത് RSS ആണ് എന്നാണ്. ADGP RSSന്റെ ആളാണോ? പറയാലോ. അഭി ഹലോ, കേൾക്കാം ഉല്ലാസ്. ഹലോ. ഡോക്ടർ അരുൺകുമാർ, VD സതീശൻ്റെ ആരോപണം എന്താ? ആരോപണം CPM-ഉം BJPയും തമ്മിൽ അന്തർധാരയുണ്ട്. അങ്ങനെയാണെങ്കിൽ VD സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയല്ല ചെയ്തണ്ടേ. അർജൻറ്റായിട്ട് നേരെ രാഹുൽ ഗാന്ധിനെ വിളിച്ചിട്ട് പറയണം, നമ്മൾ പണിയെടുത്ത് ജയിച്ചിട്ടുള്ള രാജസ്ഥാനിലെ ഷിക്കാറിൽ ജയിച്ചിട്ടുള്ള CPM-കാരൻ, തമിഴ്നാട്ടിൽ കോൺഗ്രസ്സുകാർ പണിയെടുത്ത് ജയിച്ചിട്ടുള്ള ആ CPM-ൻ്റെ 2 MP-മാർ, കേരളത്തിൽ വന്ന ആളുകളെയും ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുണ്ട്. അർജൻറ്റായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രീ പിണറായി വിജയനും BJPയും തമ്മിൽ അന്തർധാരയോടെ പ്രവർത്തിച്ചുകൊണ്ട് കോൺഗ്രസിന് വിരുദ്ധമായ പ്രവർത്തനം നടക്കുന്നു. അർജൻറ്റായി ഇന്ത്യ മുന്നണിയിൽ നിന്ന് അവരെ പുറത്താക്കാൻ രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതാനുള്ള മാന്യത ശ്രീ VD സതീശൻ കാണിക്കണം. 2, RSS നേതാക്കന്മാരെ, സംഘപരിവാർ നേതാക്കന്മാരെ പോലീസ് കണ്ടു. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ ഏതെങ്കിലും നിയമത്തിലോ ഇന്ന ആളുകളെ കാണാൻ പാടില്ല, RSS സംഘപരിവാർ നേതാക്കന്മാരെ കാണാൻ പാടില്ല, അവരോട് കണ്ടാൽ വലിയ പ്രശ്നമുണ്ട് എന്നെങ്കിൽ എന്തെങ്കിലും നിയമം ഇവിടെ ഉണ്ടോ? ഇന്ത്യയിലെ ഏതെങ്കിലും പൗരന്മാരെ ആരെങ്കിലും കണ്ടു എന്ന് വിചാരിച്ചാൽ അവരുടെ ഉത്തരവാദിത്ത പ്രകാരം ഇന്നത് മാതിരി കാണരുത് എന്ന് ഒരു നിയമം കൂടിയില്ല. അവർ കണ്ടുവെങ്കിൽ ആ കണ്ട കാര്യം സ്വാഭാവികമായിട്ട് അവർ അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടുണ്ടാവും. അത് ഞങ്ങളെ സംബന്ധിച്ച് ബാധ്യതയല്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം കണ്ടു, അതിന് ദോഷകരമായിട്ട് സർക്കാർ പ്രവർത്തിക്കുന്നത്, സർക്കാർ അദ്ദേഹത്തെ പുറത്താക്കിക്കോട്ടെ, നമുക്ക് എന്താ അതിലെ റോൾ? BJPക്ക് എന്താ അതിലെ റോൾ? BJP ആണോ കേരളം ഭരിക്കുന്നത്? മൂന്നാമത്തെ കാര്യം, ശ്രീ VS സുനിൽകുമാർ പറയുന്നു പൂരം കലക്കിയത് അതിൻ്റെ അജണ്ടയാണ്. 2023 മെയ് മാസത്തിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന ഈ വിഷയത്തിൽ 2024 പൂരം കലക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ശ്രീ VS സുനിൽകുമാർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJPയുടെ വിജയം എന്ന് പറയപ്പെടുന്നത്. ശ്രീ സുനിൽകുമാറോട് കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് P ബാലചന്ദ്രൻ എന്ന് പറയപ്പെടുന്ന തൃശ്ശൂരിലെ MLA വിശ്വാസികൾക്ക് എതിർത്തുകൊണ്ട് അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ ഭാഗമായിട്ട് VS സുനിൽകുമാറിൽ നിന്ന് വിശ്വാസികൾ അകന്നു പോകട്ടെ എന്ന് വിചാരിച്ച് BJPയും ബാലചന്ദ്രനും തമ്മിലുള്ള ഗൂഢാലോചനയായിരുന്നോ? ബാലചന്ദ്രൻ അത് VS സുനിൽകുമാർ അത് അംഗീകരിക്കുമോ? അങ്ങനെ സംസാരിക്കുമോ? രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുന്നു, ഞാൻ ചോദിച്ചോട്ടെ, തൃശ്ശൂർ പൂരം കലക്കിയത് BJP ആണ്, അല്ലെങ്കിൽ BJPയുടെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ സുനിൽകുമാറോട് ചോദിച്ചോട്ടെ, ശ്രീ രാജൻ എന്ന് പറയപ്പെടുന്ന CPIയുടെ മന്ത്രി, തൃശ്ശൂരിലെ കോർപ്പറേഷൻ അടക്കമുള്ള മണ്ഡലത്തിലെ MLA, മന്ത്രി, ചാർജുള്ള വ്യക്തി, അദ്ദേഹം അവിടെ തൃശ്ശൂർകാരനുണ്ടായിരുന്നല്ലോ, അവിടെ ഉണ്ടായിരുന്നല്ലോ. ശ്രീ പ്രൊഫസർ ബിന്ദു തൃശ്ശൂർകാരിയാണ്, തൃശ്ശൂർ മന്ത്രിയാണ്. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു ശ്രീ K രാധാകൃഷ്ണൻ, അവിടെ മന്ത്രിയായിരുന്നു. ആരാ തൃശ്ശൂരിലെ MLA? ശ്രീ P ബാലചന്ദ്രൻ, CPI. ആരാ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി? ആരാണ് തൃശ്ശൂരിൻ്റെ പ്രാന്തപ്രദേശത്ത് നിൽക്കുന്ന MLA-മാർ? അത് ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, മണലൂര്, വടക്കാഞ്ചേരി, അങ്ങനെ അടങ്ങുന്ന എല്ലായിടത്തും MLA-മാർ CPM-ൻ്റെ. ഇവരൊക്കെ അണിനിരന്ന് ഇങ്ങനെ പട നയിച്ച് തൃശ്ശൂർ പൂരത്തിന് നിന്നിട്ട് അജിത് കുമാർ എന്ന് പറയപ്പെടുന്ന ഒരു പോലീസ് ഓഫീസറിനെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ വേറെ വല്ല പണിക്ക് പോവല്ലേ ഇവര്? നല്ലത്. മറ്റു ജനപ്രതിനിധികളെയോ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ ADGPയെ വിലയിട്ടെടുത്തു. ആ ADGPയെ വിലയിട്ടെടുത്ത് ADGPയുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ, അങ്കിത് അശോകിലൂടെ നിങ്ങളുടെ ലക്ഷ്യം സാധിച്ചെടുത്തു എന്നാണ് CPIയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ആരോപണം. ഇല്ലെങ്കിൽ രാത്രിയിൽ ഇതുവരെ കാണാത്ത രീതിയിൽ ലൈറ്റ് പാതിരായി കണക്കുക,
ഒരു വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പ് തടയുക, ആനയ്ക്ക് പട്ടം കൊടുക്കാൻ വരുന്ന പാപ്പാമാരോട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കയർക്കുക, ബാരിക്കേഡ് വെച്ച് തടസ്സപ്പെടുത്തുക, ഇതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊന്നും ജനപ്രതിനിധി ഉത്തരവിട്ടതല്ല. ഇതിവിടുത്തെ സംസ്ഥാനത്തെ പോലീസിലെ ഒരു വിഭാഗം നടത്തിയ നീക്കമെന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതിനുള്ള സാധ്യതയല്ലേ ഇപ്പോൾ ഈ 2 മീറ്റിങ്ങുകളിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഉല്ലാസ് ബാബു? അത് അരുൺകുമാർജിയുടെ നിരീക്ഷണം തെറ്റാണ്. അങ്ങ് വളരെ കൃത്യമായി രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. അങ്ങേക്ക് തെറ്റ് പറ്റില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം. മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ അങ്ങ് ചിലപ്പോൾ ഹൈഡ് ചെയ്യുന്നുണ്ടാവാം. ഞാൻ അങ്ങയോട് കൃത്യമായിട്ട് പറയട്ടെ. തൃശ്ശൂർ പൂരത്തിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്ന സമയത്ത് തന്നെ പ്രൈവറ്റ് ബസ്സുകളെ കടത്തിവിട്ട് റൗണ്ടിൽ പ്രശ്നമുണ്ടാക്കിയ സമയത്തടക്കം റവന്യൂ മന്ത്രിയും ഈ പോലീസുമായിട്ട് വിഷയമുണ്ടായില്ലേ? അവിടെ ബാരിക്കേഡ് കെട്ടി ഇത്ര ആളുകൾക്ക് കാണാൻ സാധിക്കില്ല, വരുന്നവരെ തടയുമെന്ന് ഒരു ദിവസം കൊണ്ട് സുപ്രഭാതത്തിൽ ബാരിക്കേഡ് കൊണ്ടുവന്നിട്ട് കൂട്ടി യോജിപ്പിച്ചതല്ലോ. 2 ദിവസം മുൻപ് തൃശ്ശൂർ പൂരം പോലുള്ള ഒരു പൂരം അവലോകനം നടത്തുമ്പോൾ സർക്കാർ അടക്കം പ്രതിനിധികൾ ഇരുന്ന് അവലോകനം നടത്തി, പോലീസ് ഇരുന്ന് അവലോകനം നടത്തി. ആ അവലോകനം നടത്തിയതിൽ വിരുദ്ധമായിട്ടാണ് പോലീസ് ചെയ്യുന്നതെങ്കിൽ ഈ മന്ത്രി സംവിധാനത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത് ചോദ്യം ചെയ്യാൻ സാധിക്കുക ില്ലേ? കഴിഞ്ഞ കൊല്ലം ഗൂഢാലോചന നിങ്ങൾ ആരോപിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ കൊല്ലവും ഇതേ പ്രശ്നമുണ്ടായി. മേളക്കാരെ മാത്രം കടത്തിവിടാൻ തയ്യാറാവുകയും കമ്മിറ്റിക്കാരെ കടത്തിവിടാതിരിക്കുകയും റോഡ് ബ്ലോക്ക് ചെയ്യുകയും സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ഉണ്ടാവുമല്ലോ, അവരോട് ചോദിക്കൂ. ആ കഴിഞ്ഞ കൊല്ലം ഇതേ വ്യക്തി തന്നെ, ഈ കമ്മീഷണറായിരിക്കുന്ന വ്യക്തി തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇക്കൊല്ലം ആവർത്തിക്കില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എഴുന്നള്ളിപ്പ് ആചാരങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ പോലീസ് നടപടിയെടുക്കുന്ന സമയത്ത് പോലീസിന്റെ ഇടപെടലുകൾ ദുരൂഹത നിറഞ്ഞ ഇടതുപക്ഷ നിരീക്ഷ. ഇന്ന് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് BJP നേതൃത്വം ചോദിക്കുന്നത്. അതിലൊന്ന്, 2023 മെയ് മാസം 22-ാം തീയതി നടന്ന കൂടിക്കാഴ്ച 2024 ഏപ്രിൽ മാസം 19-ാം തീയതി നടക്കുന്ന തൃശ്ശൂർ പൂരത്തെ കലക്കാനാണെന്ന് പറഞ്ഞാൽ പച്ചവെള്ളം ആരെങ്കിലും വിശ്വസിക്കുമോ? അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കുമോ എന്നാണ് ചോദിച്ചത്. അതിനൊരു മറുപടി വേണം. കാരണം ഒരു വർഷം മുമ്പ് ഇങ്ങനൊരു ഗൂഢാലോചന ADGP നടത്തി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് എന്നത് പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തത്, ഈ എക്സിബിഷൻ ഗ്രൗണ്ടിലെ എക്സിബിഷനുമായി ബന്ധപ്പെട്ടുള്ള തറവാടകയടക്കം കൂട്ടി പ്രതിസന്ധി സൃഷ്ടിച്ചത് ഇത് ADGP അല്ലല്ലോ, ഇതവിടുത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡല്ലേ. അപ്പോൾ ആ വിഷയത്തിലടക്കം എങ്ങനെയാണ് നമുക്ക് ഇവരെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയുക? ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെല്ലാം ആ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു, മന്ത്രിമാരടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസ് സേനയ്ക്ക് അത് വിട്ടുകൊടുത്ത് നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഇതെല്ലാം ഒരു ഗൂഢാലോചന തിയറിയാണെന്നാണ് BJPയുടെ വാദം. സുനിൽകുമാർ. എന്നോടാണ് ചോദ്യം? അതെ, വി സുനിൽകുമാർ. അല്ല, ഇതില് 2023 ADGPയും RSS നേതാക്കന്മാരും തമ്മിൽ നടന്ന യോഗത്തെ സംബന്ധിച്ച് അതാണ് ഈ പൂരം കലക്കിയതിന്റെ പിന്നിലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതൊരു തെളിവില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. പൂരം കലക്കിയതിന്റെ പിന്നില് NDAയും BJPയുടെ ആളുകൾക്ക് പങ്കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് ശക്തമായ അത് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ എന്റെ സുഹൃത്ത് ഉല്ലാസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അതിന് കാരണങ്ങളുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞല്ലോ, നേരത്തെ ഈ തറവാടക സംബന്ധിച്ച കാര്യം അത് 2018 മുതൽ ആരംഭിച്ച സർക്കാർ അന്ന് തന്നെ ഫോർമുല ഉണ്ടാക്കിയതാണ്. പിന്നെ കഴിഞ്ഞ വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടു എന്ന് മൊത്തം. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സെക്രട്ടറിക്ക് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. മുമ്പ് സെക്രട്ടറിക്ക് നടക്കുന്ന സമയത്ത് ഒരു വിലാസിച്ചാർജിണ്ടായി മാധവകുട്ടി ഭാഷക്കും വിജയേട്ടനൊക്കെ അടിയിട്ടൊരു കാലം ഉണ്ടായിരുന്നു. അന്നൊന്നും പൂരം നിർത്തിവെക്കാൻ ആരും പറഞ്ഞിട്ടില്ല, വിളക്ക് കടത്താൻ ആരും പറഞ്ഞിട്ടില്ല, മേളം നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ല, എഴുന്നള്ളിപ്പ് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ വിശ്വാസപരമായ കാരണങ്ങളാൽ വിഘ്നം കൂടാതെ ഭഗവാനെയോ ഭഗവതിയെയോ തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ എത്തിക്കുന്ന വരെ എല്ലാ കാര്യങ്ങളും സഹകരിച്ചു പോകുന്ന മനോഭാവത്തിൽ പോയിരുന്നത്. ഈ ഇലക്ഷനിടയില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതും അവിടെ BJPയുടെ സ്ഥാനാർത്ഥി പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ വളരെ നിഷ്കളങ്കമായി നടന്ന ഒരു കാര്യമാണെന്നൊക്കെ വിചാരിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അപ്പോ ഇപ്പോ വെളിപ്പെടുത്തപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല പൂരത്തിന്റെ വിഷയം ചർച്ച ചെയ്തത്. ഞാനിപ്പോ അവിടെ തോറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ ജയിക്കോ തോൽക്കോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലൊരു വിഷയമല്ല. ഞാൻ ആ തൃശ്ശൂർ പൂരത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. ഏത് കാലത്തും ഇന്നും പ്രവർത്തിക്കുന്ന ഒരാളാണ്. പൂരത്തിനെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പൂരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സാധാരണ അവിടുത്തെ ഒരു തൃശ്ശൂർക്കാരനെ വിചാരിച്ചു. അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പൂരത്തിന്റെ പിന്നിൽ നടന്നിട്ടുള്ള ഈ കലക്കിയത് ആരാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അത് കണ്ടുപിടിക്കാൻ മതിയാവും. അത് ഇനിയിപ്പോ ഒരു കാര്യത്തിന് ബെനിഫിഷ്യറീസ് ആരാണ്? ഈ പൂരം ഇവിടെ ഒരു തിയറി BJP പറയുന്ന ഒരു തിയറി, ഈ പൂരം കലക്കി ഞങ്ങൾ നേട്ടം ഉണ്ടാക്കും. ഞങ്ങൾക്ക് പൂരം കലക്കി നേട്ടം ഉണ്ടാവുന്നത് ആരോട് തോന്നുന്നു?
തൃശ്ശൂർ പൂരത്തിനകത്ത് എന്തെങ്കിലും വിഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൽ ജയിക്കാൻ കഴിയും. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നടക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥിയും അതിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും ആ പൂരം കലക്കി ഞങ്ങൾക്ക് വിജയം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് BJP-ക്കാർ പറയുന്ന തിയറി എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് അതിന്റെ കാരണം എന്നുള്ളത്. അപ്പൊ അത് ഈ പൂരത്തിന്റെ പിന്നിൽ അല്ലെങ്കിൽ പൂരം ഇങ്ങനെ അലങ്കോലപ്പെടുന്നത് ആരാണെങ്കിലും അത് പുറത്തു വരട്ടെ. ആ പുറത്തു വന്നതിന് ശേഷം ആ റിപ്പോർട്ട് പുറത്തു വരാൻ ഞാൻ പറയുന്നത് പിന്നെ റിപ്പോർട്ട് പുറത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആരും മറച്ചു വെക്കാൻ പാടില്ല. റിപ്പോർട്ട് ഉടനെ പുറത്തു വിട്ടാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാനൊരു വ്യക്തത ഇപ്പോൾ ഈ ADGP-യുടെ കൂടിക്കാഴ്ചകളും ഈ പൂരം അലങ്കോലപ്പെട്ടതും തമ്മിൽ ബന്ധമുണ്ട് എന്ന് താങ്കൾ കരുതുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, എനിക്ക് അതിനുള്ള തെളിവുകൾ കിട്ടിയില്ല അരുൺ. നിങ്ങൾ മീഡിയ പ്രവർത്തകർ പറയുന്ന പോലെയോ പ്രതിപക്ഷം പറയുന്നത് പോലെയോ കൃത്യമായ ഒരു തെളിവില്ലാതെ അതിന് പിന്നിൽ അതാണെന്ന് പറയാൻ മാത്രം എനിക്ക് കഴിയില്ല. അതായത് 2023 മെയ് മാസത്തിൽ ADGP RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ കാണുന്നു. 2023 ഡിസംബർ മാസത്തിൽ റാം മാധവനെ കാണുന്നു. ഈ രണ്ടു കാര്യങ്ങളും സ്പെഷ്യൽ ബ്രാഞ്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്ല, ഈ പോലീസ് പിന്നെ ഈ പോലീസിനകത്ത് ബന്ധമുള്ള ആരെങ്കിലും പരിശോധിക്കുന്നതാണ്. അങ്ങനെ ബന്ധപ്പെട്ടവർക്ക് ഗവൺമെന്റ് വിശദമായി പരിശോധിക്കണം. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അത് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അറിയട്ടെ. ഒരു നിമിഷം, പൂരം അവിടെ നിന്നാൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നിപ്പോ ഗോവിന്ദ മാഷ് പ്രതികരിച്ചത് ADGP RSS നേതാവിനെ കണ്ടാൽ എന്താ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അത്ര നിഷ്കളങ്കമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതാണോ? ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP RSSന്റെ ജനറൽ സെക്രട്ടറിയെ കാണുന്നു എന്ന വിവരം? അല്ല, അങ്ങനെ അഭിപ്രായം എനിക്കില്ല. RSSന്റെ നേതാക്കന്മാരെ എന്തിനാണ് പോയി കണ്ടതെന്നൊക്കെ ഗവൺമെന്റ് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. RSS നേതാക്കന്മാരെ പോയി കണ്ടു എന്നുള്ളത്. പല ആളുകളും പോലീസ് സേനയിലിരുന്ന സ്ഥലത്തിരുന്ന ആളുകൾ പിന്നീട് RSS BJP-യിൽ ചേർന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും പോലീസിനകത്തുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നത് നല്ലതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവരിപ്പോ ആർക്കെങ്കിലും മനസ്സിലാകാത്ത അനുഭവമുള്ള ആൾക്കാർ പലരും ഉണ്ടായിരിക്കും. പല അനുഭവങ്ങളും ഒരു ഓഫീസർമാരായിരിക്കുന്നവർക്കൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ അനുഭവങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ഉണ്ടാവും. അതൊക്കെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പ്രതിഫലിക്കുമ്പോഴാണ് നമ്മളെ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കുക. താങ്കളുടെ ആവശ്യം പൂരം അലങ്കോലപ്പെടുത്തിയത് ആരാണെന്നുള്ള വിവരമടങ്ങുന്ന റിപ്പോർട്ട് പുറത്തു വരണം, അത് എത്രയും പെട്ടെന്ന് പുറത്തു വരിക. താൻ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ പങ്കാളിയാവാനില്ല. അല്ല, ഞാൻ ഇപ്പൊ BJP ഗൂഢാലോചന സിദ്ധാന്തം കുറെ കാലമായിട്ട് പറയുമ്പോൾ ഞാൻ ഇലക്ഷൻ കാലത്ത് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അവിടെ ഒരു ചോദ്യമുള്ളത് ശ്രീ സുനിൽകുമാർ, ഒരു ഭാഗത്ത് BJP ആണെങ്കിൽ ഒറ്റയ്ക്ക് BJP ഗൂഢാലോചന നടത്തിയാൽ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട വകുപ്പിനെ കൊണ്ട് പൂരം കലിപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൽ മറ്റാരെങ്കിലും ഇടപെടണം. അപ്പോൾ ഗൂഢാലോചന രണ്ടുപേർ നടത്തുന്നതാണ്, ഒറ്റയ്ക്കാണെങ്കിൽ ആലോചനയേ ഉള്ളൂ. അല്ല, പിന്നെ നിങ്ങളടക്കമുള്ള മീഡിയ പ്രവർത്തകന്മാർ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ ADGP RSS നേതാവുമായി ഗൂഢാലോചന നടത്തിയത് പൂരം കലക്കാനാണെന്നാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം RSS ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ കാര്യം അതിനകത്ത് പോലീസ് ഉണ്ട് എന്നുള്ളതാണ്. ആ പോലീസും RSS കൂടി കലക്കി എന്നതാണ്. പിന്നെ നിങ്ങൾ വേറൊരു സ്ഥലം കൊണ്ടുപോയി CPI ബന്ധപ്പെടുത്തുന്ന കാര്യമാണ്. ആ കാര്യങ്ങളെ പറ്റി നമുക്ക് വെറുതെ ഒരു രാഷ്ട്രീയമായ രീതിയിലൊരു ശരി, മനസ്സിലായി. അതിന്റെ പരിമിതിയുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ്, അത് പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ആ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പുറത്തു വരണം. താങ്ക് യു ശ്രീ VS സുനിൽകുമാർ. ഏതായാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷിന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ല VS സുനിൽകുമാർ. അങ്ങനെ ADGP ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടത് അത്ര നിർദോഷമായി കാണുന്നില്ല CPI എന്ന വ്യക്തമായ മറുപടിയാണ് VS സുനിൽകുമാർ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് പ്രതിനിധി, ഇന്നിപ്പോൾ ഈ MV അൻവർ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ നിജേഷ് അരവിന്ദ്. ഇക്കഴിഞ്ഞ 22-ാം തീയതി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായി എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്? പ്രതിപക്ഷ നേതാവ് വളരെ പെട്ടെന്ന് RSS ADGP ബന്ധത്തെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അത് അദ്ദേഹത്തിൻ്റെ തന്നെ പുനർജനി പദ്ധതിയിലെ ED അന്വേഷണം ഒഴിവാക്കി കിട്ടാൻ ഈ ADGP ഉപയോഗിച്ചു എന്നതാണ് PV അൻവറിൻ്റെ വാദം. PV അൻവറിന് വേണ്ടി നിരത്തിലിറങ്ങിയ നിങ്ങൾക്ക് PV അൻവറിൻ്റെ ഈ വാദം ദഹിക്കുമോ നിജേഷ്? അതിലൊന്ന്, ശ്രീരുൺകുമാർ, PV അൻവറിന് വേണ്ടി ഞങ്ങൾ ഇതുവരെ നിരത്തിലിറങ്ങിയിട്ടില്ല. PV അൻവർ എന്ന് പറയുന്ന MLA-യുടെ ഒരു നടപടിയോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. എന്നാൽ PV അൻവർ പുറത്തുവിട്ട വിഷയങ്ങളിൽ അന്വേഷണം വേണം, ഇതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അൻവറിനത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുത്. ഒന്ന്.
രണ്ട്, പൂരം കലക്കിയെന്ന് ആദ്യമായി പുറത്തു പറഞ്ഞത് ഇടതുപക്ഷ MLA PV അൻവറാണ്, ഞങ്ങളല്ല. CPM സഹയാത്രികനായ MLA PV അൻവർ പറഞ്ഞു പൂരം കലക്കി, അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല. അതുകൊണ്ട് അതിൻ്റെ മറുപടിയും പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPM-ഓ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ആണ്. ഞങ്ങൾ ഉന്നയിച്ച കാര്യം RSSന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരെ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP കേരള മുഖ്യമന്ത്രിയുടെ വളരെ അടുപ്പത്തിലുള്ള അജിത് കുമാർ സ്വകാര്യ കാറിൽ കയറി പോയി കണ്ടു എന്നുള്ളതാണ്. ഒഫീഷ്യലായി പോയി കണ്ടാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, സ്വാഭാവികമാണ്, ലോ ആൻഡ് ഓർഡർ ആയിരിക്കും സംസാരിക്കാനുള്ളത്. എന്തിന് അദ്ദേഹം വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി RSSന്റെ നേതാവിൻ്റെ സംഘടനാ ഭാരവാഹിയോടൊപ്പം പോയിക്കൊണ്ട് ഈ ആളുകളെ കണ്ടു എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. RSS നേതാവിനെ കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു ക്രമസമാധാന പ്രശ്നമല്ല, അതൊരു കുറ്റകൃത്യമല്ല. RSS നിരോധിക്കപ്പെട്ട സംഘടനയല്ല. RSS പ്രവർത്തകർക്ക് ഇന്ത്യൻ സിവിൽ സർവീസ് അടക്കം കേന്ദ്ര സർവീസിൽ ഉള്ള എല്ലാ ജീവനക്കാർക്കും അംഗമാകാനുള്ള അവസരവും കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയമാണ്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് RSS നേതാവിനെ പോയി കാണുന്നത് കൊണ്ട് എന്താണ് തടസ്സം സ്വകാര്യ സന്ദർശനത്തിന്? നിജേഷ് അരവിന്ദ്. തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിക്കകത്ത് CPM ഒരു ഭാഗത്ത് നിൽക്കുന്നു, RSS മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു, UDF മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് RSS നേതാവിനെ ഒരു ക്രമസമാധാന പ്രശ്നത്തിൻ്റെ പേരിൽ പോയി കാണാം, പ്രശ്നമില്ല. ഇനി സ്വകാര്യ സന്ദർശനം നടത്താം, അത് പുറത്തുവിടണം. RSS നേതാവിൻ്റെ കാറിനകത്ത് പോയി സ്വകാര്യ സംഭാഷണം നടത്തുന്നു. അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങളെ പറ്റി CPM-നകത്തുള്ള MLA പുറത്തുവിടുന്നു. രണ്ടും കൂടി കണക്ട് ചെയ്യുന്നു. ഞങ്ങൾ പറയുന്നു ശ്രീ അരുൺകുമാർ തന്ന മറുപടി കേരളത്തിന്റെ ആഭ്യന്തര സംവിധാനം തരട്ടെ, ആഭ്യന്തര മന്ത്രി തരട്ടെ. അതാണ് ചട്ടം. RSS ഒരു ബാൻഡ് സംഘടനയല്ല, ഒരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല നിജേഷ്. അതിന് നമ്മളുടെ KPCC പ്രസിഡന്റ് തന്നെ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടില്ലേ? അല്ല, ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് കൊണ്ടുപോകേണ്ട. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സുനിൽകുമാർ പറഞ്ഞു, മന്ത്രിസഭയിലെ CPIയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ പറയുന്നു അത് തെറ്റാണ്. കേരളത്തിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം നടത്തുന്ന ഏതൊരാൾക്കും അറിയാം RSSന്റെ അഖിലേന്ത്യാ നേതാവിനെ സന്ദർശിക്കേണ്ട ഒരു കാര്യവുമില്ല കേരളത്തിലെ ADGPക്ക്. ഉണ്ടെങ്കിൽ അത് കേരള മുഖ്യമന്ത്രിയുടെ എന്തോ ചില ദൂതുമായി പോയതാണ്. ആ ദൂത് പുറത്തു വരട്ടെ, ആ ദൂതാണ് വരേണ്ടത്. ഇല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഇത്രയേറെ ദിവസമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ ഒരു AK ബാലൻ പോലും പുറത്തു വന്നിട്ടില്ല. മുഖ്യമന്ത്രിയെ ബാധിക്കുന്ന കാര്യമോ പാർട്ടിയെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പാർട്ടിയുടെ നിലപാടെടുത്തതുകൊണ്ടുകൂടിയാണ് നിജേഷ്. ഞാൻ വളരെ വേഗം തിരിച്ചു വരാം. പൂരം കലക്കിയത് ആര് എന്നാണ് ചോദ്യം. ADGP RSS ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ചയ്ക്കും പൂരം കലക്കിയതിനും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് ഉപചോദ്യം. RSS നേതാവിനെ ഒരു ADGP കണ്ടാൽ പാർട്ടിക്ക് എന്ത് കാര്യം എന്ന CPM നിലപാട് ശരിയോ എന്നാണ് മറ്റൊരു ചോദ്യം. നമുക്കൊപ്പം നിജേഷ് അരവിന്ദ് കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു BJP പ്രതിനിധി, KJ ജേക്കബ് രാഷ്ട്രീയ നിരീക്ഷകനും നമുക്കൊപ്പമുണ്ട്. നിജേഷിലേക്ക് ഞാൻ തുടർന്നു വരുന്നു. നിജേഷ്, നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം അത് ആവർത്തിക്കുകയാണ്. RSS ഒരു നിരോധിത സംഘടനയല്ല. RSSൽ പ്രവർത്തിക്കുന്നതിന് കേന്ദ്ര സർവീസിലുള്ള ഒരു ജീവനക്കാരനും വിലക്കുമില്ല. ആ വിലക്കില്ലാത്ത സാഹചര്യത്തിൽ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്ത് ദത്താത്രേയോ റാം മാധവനെയോ കണ്ടാൽ അതിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴയ്ക്കുന്നത് എന്തിന് നിജേഷ്? ഒന്ന്, RSS ഭരണത്തിന്റെ അല്ലെങ്കിൽ BJP ഭരണത്തിന്റെ ഏറ്റവും നേരിട്ടുള്ള ബെനിഫിഷ്യറിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന് വളരെ വ്യക്തിപരമായ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ്. ലാവ്ലിൻ കേസ് എനിക്കും നിങ്ങൾക്കും അറിയാം, ആ 100 കണക്കിന് തവണ മാറ്റിവെച്ചു. മകൾക്കെതിരെയുള്ള SFIO കേസ് എത്രയോ കാലമായി ഫ്രീസ് ചെയ്യപ്പെടുന്നു. ED കേസ് ഫ്രീസ് ചെയ്യപ്പെടുന്നു, കൃത്യമായ അന്വേഷണത്തിലേക്ക് വരുന്നില്ല. ഇതിനൊക്കെ സഹായം ആര് ചെയ്യുന്നു? കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നു. നേരെ തിരിച്ച് BJPക്ക് എന്തെല്ലാം സഹായം ചെയ്യുന്നു? BJPയുടെ പ്രസിഡന്റ് അധ്യക്ഷനായ സുന്ദര കേസ് എവിടെ എത്തുമെന്നില്ല. കൊടകര കുഴൽപ്പണം കേസ്, നമ്മൾക്ക് എത്രയോ ദിവസം ചർച്ച ചെയ്ത കൊടകര കുഴൽപ്പണം കേസ്, അത് അടവെക്കുന്നു. അതിനുശേഷം നമ്മുടെ ജാനു കേസ് എവിടെയും എത്തുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു പാലം ആവശ്യമുണ്ട്. ആ പാലമാണ് ഇതുപോലെയുള്ള
ചർച്ചകളിലൂടെ നടപ്പാക്കപ്പെടുന്നത്. ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ ഒരുപക്ഷെ രാഷ്ട്രീയ ശത്രു എന്ന് പലവട്ടം ആവർത്തിക്കുന്ന CPM-ന്റെ നേതാവിനെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. RSSന്റെ സംഘടനാ ചുമതലയുള്ള BJP നേതാവല്ല ദത്താത്രേയ ഹൊസബള. താങ്കൾക്കും എനിക്കും അറിയാവുന്നതുപോലെ RSSകാർ ഇങ്ങനെ വഴിയിൽ ചന്തയിൽ കിടക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല, ഒരു സംഘടനയൊന്നുമല്ല. അവർക്ക് അതിൻ്റെ കൃത്യമായ കാര്യവാഹക ശേഷിയുണ്ട്, ഒരു കേഡർ സംവിധാനമുണ്ട്. ആ രീതിയിലാണ് അവർ പ്രവർത്തിക്കുക. അനാവശ്യമായ ഒരു വാക്ക് പോലും രാഷ്ട്രീയമായി അവർ ഉത്തരവാദിത്വമില്ലാത്ത ഒരാൾ പറയില്ല. അതാണ് RSSന്റെ രീതി. അപ്പോൾ ആ ദത്താത്രേയ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുമ്പോൾ താങ്കൾ ആരോപിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുകയാണ്, ആ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് അങ്ങ് തീർപ്പാക്കാം കേട്ടോ, പൂരം അത് കലക്കണം കേട്ടോ എന്നൊക്കെ. RSSലെ ഒരു ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയില്ലാത്തൊരു നേതാവ്, അതും കേരളത്തിൽ ഈ ADGP വിചാരിച്ചാൽ ഒറ്റയ്ക്കൊരു പൂരം കലക്കാൻ പറ്റൂ? ഇവിടെ സംവിധാനത്തിന് നോക്കാൻ നിരീക്ഷണ സംവിധാനങ്ങളില്ലേ? ഇതൊക്കെ നമ്മുടെ ഗൂഢാലോചന തിയറികളല്ലേ? ഇതെങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? നിജീഷ്, ഒരു ചോദ്യം കൂടി. 2023 മെയ് മാസം 22-ാം തീയതി ADGP കണ്ടിട്ട് 24 ഏപ്രിൽ 19 പൂരം കലക്കാൻ പോവുക. ഇത് BJP നേതാവ് പറഞ്ഞതുപോലെ ഇതൊക്കെ ആരോടാ പറയുന്നത് നിജീഷ്? ഒരു സാധാരണ കോമൺ സെൻസ് ഉള്ള ആൾക്കാർ വിശ്വസിക്കൂ? അല്ല, വിശ്വസിച്ചില്ലോ എന്നുള്ളത് കേരളം നാളെ പറയട്ടെ. എത്ര മനോഹരമായിട്ടാണ് RSSനെ വെള്ളപൂശാൻ വേണ്ടി ഡോക്ടർ അരുൺകുമാർ വരുന്നത്. എത്ര നല്ല സംഘടന, എത്ര നല്ല സംഘടന എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തൊരു മനോഹരമായ നല്ല സംഘടന എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. RSSന്റെ സംഘടനാ രീതി അതല്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. RSSന്റെ സംഘടന സെമി കേഡർ ആവാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ കേഡർ സംഘടനയെ കുറിച്ച് അറിയാത്തത് എന്റെ കുഴപ്പമല്ല നിജീഷ്. അതൊരു കേഡർ സംഘടനയാണ്. ആ കേഡർ സംഘടനയ്ക്ക് അതിന്റെ രീതിയുണ്ട്. അതേപോലെയാണ് മറുഭാഗത്ത് CPM. അരുൺകുമാർ ചോദിക്കട്ടെ. അരുൺകുമാർ ബേജാറാവല്ലേ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് DGPക്ക് സംവിധാനമില്ലേ? ലോഗ് ബുക്കില്ലേ? വാഹനത്തിന് അവിടെ പോകുന്നത് അറിയപ്പെട്ടൂടെ? എന്തിനു സ്വകാര്യ വാഹനത്തിൽ പോയി? സ്വകാര്യ വാഹനത്തിൽ ADGP പോയിട്ടുണ്ടെങ്കിൽ അത് സ്വകാര്യ കാര്യത്തിനാണ്. ആ സ്വകാര്യ കാര്യം നടത്തേണ്ടത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് നടത്തി കൊടുക്കാൻ വേണ്ടി പഴയ സ്വപ്ന സുരേഷ് കേസ് അതിന്റെ ബെനിഫിഷ്യറി വെച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കണമാണോ എന്നതാണ് ചോദ്യം. പിണറായി വിജയനാണ് നിയന്ത്രിക്കുന്നു. അല്ലാതെ സരിത്തിനെ തട്ടിക്കൊണ്ടുപോയില്ലേ വിജിലൻസ് ഡയറക്ടറായപ്പോ? അരുൺകുമാറെ സരിത്തിനെ തട്ടിക്കൊണ്ടുപോയി. വാഴിച്ചില്ലല്ലോ അദ്ദേഹത്തിന് ഒരധികാരവുമില്ലാത്ത സിവിൽ റൈറ്റ്സ് വകുപ്പിലേക്ക് മാറ്റിയില്ലേ? റബ്ബർ പന്ത് തട്ടുപോലെ തിരിച്ചു വന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ അരുൺകുമാറിന് വികാരമുണ്ടോ എനിക്കറിയില്ല. അൻവർ പറഞ്ഞ ഭാഷ കടമെടുത്താൽ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വരുന്നു. കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ADGPക്കെതിരെ അന്വേഷണം വന്നാൽ മാറ്റി നിർത്താതെ അന്വേഷണം നടത്തിയ ചരിത്രമുണ്ടോ? അൻവറിന്റെ ഭാഷ കടമെടുത്താൽ ഹെഡ് മാഷ്ക്കെതിരെ പരാതി അന്വേഷിക്കാൻ പ്യൂണിനെ ഏർപ്പാടാക്കുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ടോ? അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ, അദ്ദേഹത്തിനെതിരെ കേസ് അന്വേഷിക്കുന്ന കേരളം. ആ കേരളത്തിൽ നേരത്തെ പന്തടിച്ച് തിരിച്ചു വരുന്നത് പോലെ വിജിലൻസിൽ നിന്ന് പോയി ADGPയുടെ ചുമതല ലോ ആൻഡ് ഓർഡർ ചുമതലയുമായിട്ടാ അദ്ദേഹം വരുന്നത്. എന്തേ കേരളത്തിലെ പഴയ DGPമാർക്കൊന്നും ഇല്ലാത്ത ഒരവസരം DGPയെ മൂലക്കിരുത്തി അദ്ദേഹത്തിന് ഈ അവസ്ഥ കൊടുത്തു. ശരി, അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് വിജിലൻസിൽ നിന്ന് ഒഴിവാക്കിയ ഒരാൾ പന്തടിച്ചതുപോലെ വളരെ പെട്ടെന്ന് അതിനേക്കാൾ ഉത്തരവാദിത്വമുള്ള ക്രമസമാധാനത്തിന്റെ ചുമതലയിലേക്ക് വന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിൽ അതൊരു ലോജിക്കുണ്ട്. പക്ഷേ എന്റെ മുഴുവൻ രണ്ട് ചോദ്യങ്ങൾക്കും അങ്ങ് ഉത്തരം നൽകി. 2023 മെയ് 22-ാം തീയതി ഒരു വർഷത്തിന് ശേഷം നടക്കുന്ന പൂരത്തെക്കുറിച്ച് കൂടിയാലോചിക്കാൻ വേണ്ടി RSSും ADGPയും ശ്രമിച്ചു എന്നുള്ളത് എങ്ങനെയാണ് നിലനിൽക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു ലോജിക്കലായ ചോദ്യമാണ്. കാരണം അതിനിടയിൽ എന്ത് സംഭവിക്കാം? ഇയാൾ തന്നെ ADGP സ്ഥാനത്ത് തുടരുമെന്ന് എന്താ ഉറപ്പ്? പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ADGPക്കാണ് ചുമതല കൊടുക്കുന്നത് എന്താ ഉറപ്പ്? ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതൊന്നും നിലനിൽക്കുന്ന വാദങ്ങളല്ല. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. KJ ജേക്കബ് കൂടി നമുക്കൊപ്പം ചേരുന്നു. രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമാണ് KJ ജേക്കബ്. ഞാൻ തിരിച്ചു വരാം. KJ ജേക്കബ്, ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഒരൊറ്റ വാചകമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം കാറിൽ കയറുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞ വാചകം ADGP RSSന്റെ നേതാവിനെ കണ്ടതിന് പാർട്ടിക്ക് എന്താണ് എന്നാണ്. പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അങ്ങനെ കൈകഴുകാൻ കഴിയുമോ? ഇടതുപക്ഷ സർക്കാരിലെ ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുന്ന ADGP RSSന്റെ രണ്ടു നേതാക്കളെ, ദത്താത്രേയ ഹൊസബാളയെ മെയ് 22-നും റാം മാധവിനെ ഡിസംബർ മാസത്തിലും രണ്ടിടത്ത് വെച്ച് സ്വകാര്യ സന്ദർശനം നടത്തിയിരിക്കുന്നു എന്നതിൽ ഗോവിന്ദമാഷയുടെ പ്രസ്താവന ഞാനും കേട്ടു. അത് നമ്മൾ സാധാരണഗതിയിൽ അങ്ങേയറ്റം നിരുത്തരവാദപരമായ പ്രസ്താവന എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് അങ്ങനെ പറയുക എന്നുള്ളത്
അത്യധികം ഖേദകരമായ കാര്യമാണ്. പക്ഷെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ADGP ആണ്. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ വളരെ സീനിയർ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഈ പറയുന്നത് പോലെ ന്യായീകരണം ഞാനും എഴുതിയുണ്ടാക്കാം. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ആ കൂട്ടത്തിൽ RSSൻ്റെ കാര്യാലയം ഉണ്ടാകാം, ഏത് പൗരനെയും കാണാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അങ്ങനത്തെ ന്യായീകരണങ്ങൾ നമുക്കും എഴുതിയുണ്ടാക്കാം. പക്ഷേ അതിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്നുള്ളത് CPM-ഉം RSS-ഉം തമ്മിൽ ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ട് എന്നൊരു വർത്തമാനം ഈ നാട്ടിൽ നടക്കുമ്പോൾ അതിന് മുഖ്യമന്ത്രിയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു ADGP പോയി RSSൻ്റെ നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിയുമ്പം കണ്ടാൽ എന്താണ് എന്നുള്ള ചോദ്യം ആ രാഷ്ട്രീയ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ കാര്യത്തിൽ സർക്കാർ ഇപ്പം നമുക്കറിയില്ല, കണ്ടോ എന്നുള്ളത് പോലും നമുക്ക് ഉറപ്പില്ല. ഇത് കണ്ടിരുന്നു, കണ്ടതായി അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തയല്ലാതെ കണ്ടിരുന്നോ എന്നുള്ള ചോദ്യത്തിന് യെസ് ഓർ നോ ഒരു ചോദ്യമാണെങ്കിൽ എൻ്റെ അടുത്ത് ഉത്തരവില്ല. സർക്കാർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, ADGP നമ്മളോടൊന്നും പറഞ്ഞില്ല, ഹോസബലെ ഒന്നും പറഞ്ഞു. ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട കക്ഷികൾ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ സ്പെക്കുലേഷനാണ്. ആ സ്പെക്കുലേഷൻ്റെ പുറത്ത് ഈ നാട്ടിൽ നടക്കുന്ന കഥകളെക്കുറിച്ച് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അറിയില്ല എന്ന് വന്നാൽ അത് അങ്ങേറ്റം സങ്കടകരമായ കാര്യമാണ്. CPM നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട കാര്യം ഈ കേസിലെ കക്ഷി കോൺഗ്രസ് അല്ല, VD സതീശനും അല്ല എന്നുള്ളതാണ്. ഈ കൂടിയാലോചനയുടെ പുറത്ത് CPM-നെതിരെ വരുന്ന കഥകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന വർഗീയ കക്ഷികളാണ്. കോൺഗ്രസ് അല്ല കഥകൾ ഉണ്ടാക്കുന്നത്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി, SDPI, RSS ഈ സംഘമാണ് BJP-യും RSS-ഉം തമ്മിലുള്ള ഒരു നെക്സസ് ഉണ്ട് എന്നുള്ള കഥകൾ ഇറക്കുന്നത്. ഈ കഥകൾ അറിയാത്തയാളാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ ആയിക്കൂടല്ലോ. ഈ നാട്ടിൽ നടക്കുന്നത് എന്താണ്? ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിന് എതിരെ ശ്രീ അജിത് കുമാറിനെതിരെ വന്ന ആരോപണങ്ങൾ ഉന്നയിച്ചത് വെറുതെ വഴിയെ പോകുന്ന ആരെങ്കിലുമല്ല, മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടല്ല. അതൊരു ഉത്തരവാദപ്പെട്ട MLA കൊടുത്ത അദ്ദേഹത്തിൻ്റെ പരാതിന്മേലാണ്. അതിൻ്റെ പുറത്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പം ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാളെപ്പറ്റി അയാളുടെ പുറകിലേക്കുള്ള കഥകളിലൊക്കെ ഇത്തരം നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത സുതാര്യമല്ലാത്ത ഇടപാടുകളുണ്ട് എങ്കിൽ, അതിൻ്റെ പുറത്ത് നാട്ടിൽ രാഷ്ട്രീയ തിയറികൾ ഇറങ്ങുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ നിരുത്തരവാദപരമായ പ്രസ്താവനയാണെന്ന് നമുക്ക് മിനിമം പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ സർക്കാരിനോ CPM-നോ ഒളിച്ചോടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നോ, എന്തായിരുന്നു അതിൻ്റെ സാങ്കത്യം എന്നുള്ള കാര്യം നാട്ടുകാരോട് വിശദീകരിക്കാൻ CPM-ന് ഉത്തരവാദിത്തമുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ നമ്മൾ ADGP-യുടെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളോളം. ഒരു വരി പോലും അദ്ദേഹം പറയുന്നില്ല, അദ്ദേഹം ഒരു സൂചനയും നൽകുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു എന്നുള്ളത് നമ്മുടെ സോഴ്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരമാണ്. ആ സോഴ്സിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ദത്താത്രേയ ഹൊസബളയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു, ഇതുവരെയും പ്രതികരണം കിട്ടിയില്ല. ജയകുമാറിൻ്റെ പ്രതികരണം കിട്ടി. അത് കൈമനം ജയകുമാറാണ്. ഇദ്ദേഹവും സതീർത്ഥനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹവും മൗനം ഭുജിക്കുകയാണ്. പക്ഷേ എങ്ങനെ വന്നാലും ഈ മീറ്റിങ്ങിനെ കുറിച്ച് 2023 മെയ് മാസത്തിൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഡിസംബർ മാസത്തിൽ റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയുടെയും വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊരു സ്വകാര്യ സന്ദർശനമാണെന്ന വിലയിരുത്തലിൽ മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും എത്തി എന്ന് വേണമോ കരുതാൻ. കാരണം ഇതിപ്പോൾ ഗൗരവമേറിയ വിഷയമാണെന്ന് പറഞ്ഞാൽ ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അവഗണിച്ചത് എന്തിനെന്ന ചോദ്യം ഉയരില്ലേ CKG ജേക്കബ്? ഇതിൽ 1, 2, 3 ഇതിലൊക്കെ ഉത്തരം പറയേണ്ടത് ഒന്നുകിൽ ഈ പറഞ്ഞ ആളുകൾ പറയണം, അവരാരും പറഞ്ഞെങ്കിൽ സർക്കാർ പറയണം. അവരാരും പറഞ്ഞില്ലെങ്കിൽ സർക്കാരും CPM-ഉം ഇക്കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണം. അതിനവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന് ആ ഉത്തരവാദിത്വം നിയമപരമായ ഉത്തരവാദിത്വമല്ല, രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വമാണ്. സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാവിനെ കണ്ടു എന്നുള്ളത് സർക്കാരിന് ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കേണ്ടതില്ല. പക്ഷെ പാർട്ടി അങ്ങ് പറഞ്ഞതുപോലെ ഇറക്കണം. കാര്യം ഇതൊരു രാഷ്ട്രീയമായ വിഷയമാണ്. ഇത് ഭരണപരമോ സർവീസ് പരമായ ഒരു വിഷയമേ അല്ല. ഇതിൻ്റെ പുറത്തൊരിക്കലും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഇതിൻ്റെ പേരിൽ മാത്രം എടുക്കാൻ കഴിയില്ല. RSS നേതാവിനെ കണ്ടു എന്നതിൻ്റെ പേരിൽ. പക്ഷേ രാഷ്ട്രീയമായി അങ്ങ് പറഞ്ഞതുപോലെ അത് വിശദീകരിക്കണം. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CKG ജേക്കബ് അങ്ങ് അതിനോട് യോജിക്കുന്നുണ്ടാവും അല്ലേ? നടപടി എടുക്കുക എന്നുള്ളത് സെക്കൻഡറിയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് മനുഷ്യരോട് പറയുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ പ്രശ്നം രാഷ്ട്രീയമാണ്. ഈ ചോദ്യം രാഷ്ട്രീയമാണ്. കേരളത്തിൻ്റെ ADGP RSSൻ്റെ ജനറൽ സെക്രട്ടറിയെ കണ്ടോ എന്നുള്ള ചോദ്യം പൊളിറ്റിക്കലാണ്, അഡ്മിനിസ്ട്രേറ്റീവ് അല്ല.
ആ പൊളിറ്റിക്കൽ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പറ്റില്ല. നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് പ്രതിനിധി, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, KJ ജേക്കബ്, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമാണ് നമുക്കൊപ്പം. ഓരോ മിനിറ്റ് വീതമേ ഇനി നമുക്ക് അതിഥികൾക്കുള്ളൂ. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, വളരെ പ്രധാനപ്പെട്ട ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദൂതനായി പോയി മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്വകാര്യമായ കാര്യസാധ്യത്തിനായാണ് MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് എന്നാണ്. മറുപടി. സതീശന്റെ ആരോപണം ഉണ്ടയില്ല വെടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളൊന്നുമല്ല കേരളത്തിലെ ജനങ്ങളെന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. തൃശ്ശൂരിനകത്ത് പൂരം എന്ന് പറയപ്പെടുന്ന നടത്തണം എന്നുള്ളത് കൃത്യമായിട്ട് വർഷാവർഷമായിട്ട് ഇടപെട്ടുകൊണ്ട് അതിൽ ആചാരങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണമെന്ന് വാദം വെക്കുന്ന ഒരു ഭാഗമാണ് ഞങ്ങൾ. ആധികാരികം പ്രശ്നമുണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ ആ സ്ഥലത്തേക്ക് പാഞ്ഞു വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ ഇതിൽ ബഹുമാനായിട്ട് ശ്രീ VS സുനിൽകുമാർ കഴിഞ്ഞൊരു ചർച്ചയിൽ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു. കാലത്ത് അദ്ദേഹത്തെ ആരും കണ്ടില്ല, തലേദിവസവും അദ്ദേഹത്തെ ആരും കണ്ടില്ല, പ്രശ്നമുണ്ടായപ്പോൾ കണ്ടുവന്ന്. സംശയമില്ലാശമെന്നെ ഞാൻ പറഞ്ഞുതരാം. 2 ദിവസമായിട്ട് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നു അദ്ദേഹം. ആ സമയത്ത് വിഷയമുണ്ടായപ്പോൾ BJPയുടെ നേതാക്കന്മാർ BJPയുടെ സ്ഥാനാർത്ഥിയാണ് ഈ വിളിച്ച് വിവരം അറിയിക്കുക. അല്ലാണ്ട് സുനിൽകുമാറിനെയോ ശ്രീ രാജനെയോ ശ്രീ മുരളീധരനെയോ ഞങ്ങൾ വിളിച്ചറിയിക്കോ? ഞങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹം വരുന്നു, അതിലിടപെടുന്നു. ഇവർ കിടന്നുറങ്ങിയത് ഞങ്ങളുടെ കുറ്റമല്ലെന്ന് അവർ എഴുന്നേറ്റ് സ്ഥാനാർത്ഥിയെ സേവാഭാരതിയുടെ ആംബുലൻസിൽ പാഞ്ഞെത്തുകയാണ്. RSSന്റെ നേതാക്കളുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടത്തുകയാണ്. വലിയൊരു അന്താരാഷ്ട്ര ആഘോഷമായിട്ട് ഒരു പൂരത്തെ തകർക്കാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിരീശ്വരവാദ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന്റെ ഗൂഢാലോചനയുമായി പോലീസ് നടപ്പിലാക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ആംബുലൻസ് വിട്ട് കൊണ്ടുവരേണ്ടി വരികയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന് ഇടപെടുന്നത് അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നടപ്പിലാക്കാൻ സാധിക്കാഞ്ഞത് കാര്യമില്ല. എന്താ അല്ല നിജേഷിലേക്ക് 1963-ലും 77-ലും കോൺഗ്രസ് പാർട്ടി RSSനെ ക്ഷണിച്ച കാര്യം ഒന്ന് പറഞ്ഞേക്കണേ അരുൺകുമാർ നിജേഷിനോട്. RSSനെ കാണാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോ ഇത് ഒരു നീണ്ടകാല ബന്ധത്തിന് തുടക്കം കുറിച്ച് കുറച്ചു കാലമായിട്ട് അത് മിസ്റ്റർ M-ന്റെ മധ്യസ്ഥത കാലത്ത് വെച്ച് തുടങ്ങിയതാണ്. ഒരു പാലമിട്ടു, ആ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ സഞ്ചരിക്കാൻ തുടങ്ങി. എവിടെയൊക്കെയാണോ ആവശ്യം വരിക ആ സമയത്താണ് സഹായിക്കുക. ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഒരു ആവശ്യം വന്ന സമയത്ത് സഹായിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. ആ സഹായം BJPക്ക് കിട്ടി. ആ BJPക്ക് കിട്ടിയ സഹായം കൊണ്ട് അവർക്കൊരു MP ഉണ്ടായി. അപ്പോൾ ഒരു ഛേദവുമില്ല ഇവർക്ക് അത്രേ സംഭവിച്ചുള്ളൂ. ഒരാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലാവ്ലിൻ കേസായിട്ടും മറ്റു കേസുകളായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരാള് മാത്രമാണ് കൂടിക്കാഴ്ച സഹായിച്ചു എന്നൊരു നെറേറ്റീവിനെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ KJ ജേക്കബ്? ദാറ്റ്സ് ആൻ അബ്സർഡ് തിയറി. എനിക്ക് അതിനകത്ത് അതല്ല എൻ്റെ വിഷയം. ഇതിപ്പോൾ നോക്കൂ, BJPയുടെ പ്രതിനിധി പറഞ്ഞു കേട്ടില്ലേ, അവിടെ CPM നേതാക്കന്മാർ കിടന്നുറങ്ങുമായിരുന്നു. നമ്മളതിനെക്കുറിച്ച് ഇതാണ് നെറേറ്റീവ്. ഈ നെറേറ്റീവാണ് ഉണ്ടാക്കുന്നത്. അവിടെ പിന്നെ CPIയുടെ മന്ത്രിയും ശ്രീ സുനിൽകുമാർ അടക്കമുള്ള മുഴുവൻ ആളുകളും ജില്ലാ കളക്ടറും അടക്കം അവിടെ നിന്ന് ആ പോലീസുകാരോട് പറയുമ്പോൾ ആ പോലീസുകാരൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഈ പ്രശ്നം കലക്കിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ നെറേറ്റീവ്, ഇങ്ങനത്തെ നെറേറ്റീവ് ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇരുന്നിട്ടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്താ പ്രശ്നം എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യം നിരുത്തരവാദപരമായ ഒരു മറുപടിയാണ് എന്നാണ് ശ്രീ KJ ജേക്കബും നിരീക്ഷിക്കുന്നത്. അതിഥികളോട് ക്ഷണിക്കുന്നു. എനിക്ക് സമയം അധികമില്ല, എനിക്ക് മറ്റൊരു ഇടവേള കൂടി പോകേണ്ടതുണ്ട്.